നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉറങ്ങ്, എല്ലാം മറന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങ്. മറക്കുന്ന കൂട്ടത്തിൽ നീ ആദ്യം മറക്കേണ്ടതേ ധനുഷിനെ. അവനെ ഇങ്ങ് തന്നേരെ. ഈ ഏട്ടത്തിക്ക് അവനെ വേണം. സച്ചേട്ട ഫോൺ ചെയ്യാൻ പോയതുകൊണ്ട് അറിയാത്തതാ. രാവിലെ നേരത്തെ എഴുന്നേക്കണം, അടുക്കള ജോലിയെല്ലാം നേരത്തെ തീർത്തിട്ട് കുഞ്ഞുമോളുടെ അടുത്ത് കുറേ നേരം ഇരിക്കണം. താൻ കൂടുതൽ നേരം മോളുടെ അടുത്ത് തന്നെയല്ലേ? സച്ചേട്ടൻ കരുതുന്ന പോലെ അല്ല. ഈ പ്രായത്തിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വരും. ആ, കുഞ്ഞു വന്നതിന് ശേഷം നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ ആരും മെനക്കെടുന്നില്ലേ. ആ, സ്നേഹമെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നാണ് സംശയം. എങ്കിലേ അങ്ങനെ ഒരു സംശയം വേണ്ട. എനിക്കിപ്പോ അവളോടാ കൂടുതൽ സ്നേഹം. നമുക്കും വേണ്ടടോ അതുപോലൊരു കുഞ്ഞ്. ആ, അങ്ങനെ വേണമെങ്കിൽ എന്നോടും ഒരല്പം സ്നേഹമൊക്കെ കാണിക്കണം. ഒരു കുഞ്ഞു പോരെ സച്ചേട്ടാ, നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ വേണം. ആ, എത്ര വരെ ആവാം? ഒരു ഡസൻ വരെയൊക്കെ ആവാം. ഒരു ഡസനോ? അതൊക്കെ ആഗ്രഹം മാത്രല്ലേ. സച്ചേട്ടൻ ചോദിച്ചോണ്ട് പറഞ്ഞേന്നുള്ളൂ. എന്തായാലും താൻ ആഗ്രഹം പറഞ്ഞല്ലേ. ഒരു ഡസൻ തീർത്തില്ലെങ്കിലും 6 ഡസനെങ്കിലും നമുക്ക് ഒപ്പിക്കാം. ആ, ഇങ്ങനെ പരസ്പരം പറഞ്ഞാൽ മാത്രം മതിയോ? ആ, അതിനായിട്ടേ നമ്മളും ചിലതൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ആ, 6 ഡസൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്കാ. ആ ടാസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. താൻ റെഡിയാണെങ്കിൽ മാത്രം. പ്രസവിക്കാൻ ഞാൻ റെഡിയാ. ഈശ്വരൻ അനുഗ്രഹിച്ച മാത്രം മതി. ഈശ്വരൻ അനുഗ്രഹിച്ച മാത്രം പോരാ. നമ്മളുടേതായ കർമ്മങ്ങൾ കൂടി അതാത് സമയത്ത് ചെയ്യണം. അതിന്റെ കൂടെ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോഴാ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്നത്. ഉറങ്ങ്, എല്ലാം മറന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങ്. മറക്കുന്ന കൂട്ടത്തിൽ നീ ആദ്യം മറക്കേണ്ടതേ ധനുഷിനെ. അവനെ ഇങ്ങ് തന്നേരെ. ഈ ഏട്ടത്തിക്ക് അവനെ വേണം. ഇനി നിന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് നീയല്ല, ലഹരി. കരയല്ലേ? വാവേ, കരയല്ലേടാ മോളെ. വാവേ, എന്റെ പൊന്നു മോള് കരയല്ലേ? എന്താ എന്താ പറ്റിയേ? ആ
അറിയില്ല ചേച്ചി. ഓ, ഓ, ഓ. പാല് കുടിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്ന് കരയോ. പാല് തലേ കയറിയതായിരിക്കും. എന്താ? ഓ ഓ ഓ ഓ ഓ ഓ ഓ. എന്താണിടാ? കരയല്ലേ കരയല്ലേ. ഓ ഓ ഉഫ്. ഓ ഇല്ല 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 ഇല്ല. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. വാ ഓ ഓ ഓ ഓ ഓ ഓ. മൂർത്തി പറഞ്ഞുവിട്ട ആളല്ലേ? അതെ, ഞാൻ ശങ്കർ. ആ, അവൻ നാട്ടിലില്ലാന്ന് പറഞ്ഞതുള്ളതാണോ? അതെ, അവൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരൂ. എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാ എന്നോട് പറഞ്ഞത്. അപ്പോ ഞാൻ ആവശ്യം പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ജയിലിലാ, റിമാൻഡിലാ. അവനെ ജാമ്യത്തിൽ പുറത്തിറക്കണം. ആൾമാറാട്ടം, കിഡ്നാപ്പിംഗ്, ഇതൊക്കെയാണ് കേസ്. ജാമ്യം കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ബുദ്ധിയും കഴിവുള്ളൊരു ആള് തന്നെ വേണം. അങ്ങനെ ഒരാളെ വേഗം കണ്ടെത്തണം. വേഗം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ. പിന്നെ എനിക്ക് വേണ്ടത് ജാമ്യത്തിൽ ഇറങ്ങുന്ന അവന് താമസിക്കാൻ നല്ലൊരു വീടാണ്. ഇത്രയും കാര്യങ്ങളാ ശങ്കർ എനിക്ക് ചെയ്തു തരേണ്ടത്. എന്താ, നടക്കോ? നടക്കും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അഡ്വക്കേറ്റ് വിജയലക്ഷ്മി. ഇതുപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ ആളും ഇടിക്കുക. പക്ഷേ ഫീസ് അല്പം കൂടുതലാ. അത് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കാശ് എത്ര വേണേലും ഇറക്കാം. കാര്യം നടന്നാ മതി. അപ്പോ ഇന്ന് തന്നെ ഞാൻ അഡ്വക്കേറ്റിനെ പോയി കാണാം. മാഡം പറഞ്ഞതുപോലെ ഒരു വീടും നോക്കാം. അഡ്വക്കേറ്റിനും വീടിനുള്ള അഡ്വാൻസ് ഞാൻ അയച്ചേക്കാം. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ശങ്കരനെ തിരിച്ചു വിളിച്ചാൽ മതി. ശരി മാഡം. പിന്നെ അഡ്വക്കേറ്റിനോട് തൽക്കാലം എന്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ മാഡം. എന്ന് ശങ്കർ ചെല്ല്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കേ. അപ്പോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.